ഹലോ ഗായ്സ്, ഞാൻ ഇവിടെ ഷോറൂമിലാണ്. നമ്മുടെ വണ്ടി സർവീസായിരുന്നു. ഫസ്റ്റ് സർവീസ് ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. 1000 കിലോമീറ്ററിൻ്റെ സർവീസായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 4500 കിലോമീറ്റർ സംതിങ് ആയി. അപ്പം ഫസ്റ്റ് സർവീസ് ചെയ്യാൻ എപ്പോഴാണ് കൊണ്ടുവരുന്നത്. രാവിലെ ഒരു 9 മണിയായപ്പോൾ വന്നതാണ്. അങ്ങനെ വണ്ടി സർവീസിന് കയറ്റിയിട്ട് ഞാനിവിടെ കസ്റ്റമർ ലോഞ്ചിൽ വെയിറ്റ് ചെയ്യുക. കുറേ നേരം കിടന്ന് ഉറങ്ങി. അങ്ങനെ എണ്ണിച്ചുകൊണ്ടിരിക്കുന്നു. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇതുവരെ കിട്ടിയിട്ടില്ല. വാഷിങ്ങിന് കയറ്റിയിരിക്കുന്നതെന്ന് പറയുന്നു. ഫസ്റ്റ് സർവീസ് ആയതുകൊണ്ട് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. ജനറൽ ചെക്കപ്പും വാഷിങ് മാത്രമേ ഉള്ളൂ. വാഷിങ്ങിന് കയറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പം കിട്ടുമായിരിക്കും. കിട്ടിയിട്ട് ലുലുമാൾ വരെ ഒന്ന് പോകണം. ലുലുമാളിലെ 99 രൂപയ്ക്ക് നല്ല പൊതിച്ചോറ് കിട്ടും. 99 റുപ്പീസിന്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകണം. ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാറുണ്ട്. അപ്പം അതിനായിട്ട് ഇവിടുന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് വേണം ഓടിത്തുടങ്ങാൻ. രാവിലെ തന്നെ ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് ഇത്രയും തിരക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഓടാൻ തുടങ്ങാൻ. വീഡിയോസും ഓട്ടവും എല്ലാം നടന്നു പോകണ്ടേ. അപ്പം അക്ഷയെ വിളിച്ചിട്ടുണ്ട്. അവനവിടെ വെയിറ്റ് ചെയ്യും. ഇവിടെ നിന്ന് അവൻ്റെ അടുത്തൊക്കെ ഓടി പോകണം. എന്നിട്ട് അവിടെ നിന്ന് വേണം പോകാൻ. ഞാൻ ഇന്നലെ ആ പൊതിച്ചോറിൻ്റെ വീഡിയോ ആക്ച്വലി കാണുന്നത്. അപ്പോൾ കരുതി അത് പോയി ഒന്ന് കഴിച്ചു നോക്കി വീഡിയോ എടുക്കാം. ഇപ്പം തന്നെ സമയം 12:30 ആയി. ഇനി എന്തോലും അവിടെ ചെല്ലുമ്പോൾ 2 മണിയാവും. കിട്ടുമോയെന്ന് അറിയത്തില്ല. നോക്കാൻ കിട്ടുമോയെന്ന്. ഇതാണ് കസ്റ്റമർ ലോഞ്ച് ഇൻഡസ് മോട്ടോഴ്സിൻ്റെ. AC ഒക്കെ ഉണ്ട് ഗൈസ്. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. വേറെന്താ വിശേഷം? അപ്പം വണ്ടി സർവീസ് കഴിഞ്ഞ് ഇറക്കിയിട്ട് ബാക്കി കാണാം. അങ്ങനെ വണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം. എങ്ങനെ കൊണ്ടുവന്ന് ഫുൾ അഴുക്കായിരുന്നു. അപ്പം അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. എൻ്റെ പേര് കണ്ടോ? നീറ്റ് ആൻഡ് ക്ലീനായി. ചെറിയൊരു തട്ട് പറ്റിയിട്ടുണ്ട് കണ്ടോ. ട്രാഫിക്കിലെങ്ങാണ്ട് വെച്ച് തട്ടിയത്. ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷേ ഇതുവരെ. ഞാൻ യഥാർത്ഥത്തിൽ ഇത് ഇന്നലെയാണ് കാണുന്നത്. അങ്ങനെ വണ്ടി സർവീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. വണ്ടി ഫുള്ള് ചെളിയായിരുന്നു കേട്ടോ. ഒന്നാമത് ഇവിടെ മഴയില്ലയോ. ഞാൻ പിന്നെ വെളിയിൽ കൊടുത്ത് വാഷ് ചെയ്യാൻ, കാരണം ഫ്രീ സർവീസ് കിടക്കുന്നതുകൊണ്ട് കൊടുക്കുമ്പോൾ ചെയ്യാന്നുള്ള രീതിയിൽ. ഇനി കുറച്ച് ഓടിപ്പോവാനുണ്ട് ലുലുമാൾ വരെ. എന്തുമായാലും ആ പൊതിച്ചോറന്ന് കഴിക്കണം. മനസ്സിലെന്തെങ്കിലും ആഗ്രഹിച്ചാൽ എനിക്കത് നടത്തണം. ഇതാണ് എൻ്റെ ഒരു പോളിസി. അത് കഴിഞ്ഞിട്ട് വേണം ഓട്ടം ഓടാൻ. ഇതുവരെ ഒന്നും ഓടിയിട്ടില്ല. നോക്കാം. ഇവിടെ മഴയും വെള്ളപ്പൊക്കവും ഒന്നാമത്തെ കാര്യം. അതാ ബ്ലോക്കും. പക്ഷേ ഇതൊരു നല്ലൊരു പരിപാടിയാണ്. ഗൾഫിലൊന്നും പോകണ്ട. സത്യം പറഞ്ഞാൽ ഒരു വണ്ടി എടുത്തുകൊണ്ടൊന്ന് മാന്യമായിട്ട് ഇവിടെ നിന്ന് ഗൾഫിൽ കിടന്ന് 8, 10, 12 മണിക്കൂർ കഷ്ടപ്പെടുന്ന പോലെ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട 10 മാന്യമായിട്ടുള്ള പൈസ, ഗൾഫിൽ കിട്ടുന്ന പൈസ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് സ്വന്തം നാട്ടിൽ നിൽക്കാം, വീട്ടുകാരെ കാണാം, വീട്ടുകാരോട് നിൽക്കാം. വെറുതെ അന്യനാട്ടിൽ പോയി കിടന്ന് അവിടെ ചെന്ന് എല്ലാവർക്കും കഷ്ടപ്പെടാൻ, ഈവൻ ഞാൻ പോലും അവിടെ പോയി കഷ്ടപ്പെട്ടുള്ള ഒരാളാണ്. അതുപോലെ ഇവിടെ കഷ്ടപ്പെടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതുപോലൊരു വരുമാനം മാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നല്ലൊരു പരിപാടിയാണ് സത്യം പറഞ്ഞാൽ. ഇപ്പം ഈ ഫീൽഡിൽ നിൽക്കുന്നവർ മറ്റുള്ളവർ ഇതിലൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടി പറഞ്ഞ് കൊടുക്കാതൊക്കെ ഇരിക്കും. പക്ഷെ അങ്ങനൊന്നുമല്ല. നമ്മൾ പറയുന്ന കേട്ടോ ഒരാളോട് നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒരു വണ്ടി എടുത്ത് ഇവിടെ വന്ന് ഇങ്ങനെ മാന്യമായിട്ട് നിന്ന് ഓടാൻ ശ്രമിച്ചാൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഈവൻ ഒരു വണ്ടിയിൽ വന്ന് ഓടാനാണെങ്കിൽ പോലും നിങ്ങൾക്ക് മാസം നല്ലൊരു സാലറി കിട്ടും. 10-30 രൂപ മേളിൽ എന്തുമായാലും കിട്ടും. ഇവിടെ വന്ന് വണ്ടി ആരെങ്കിലും വണ്ടി കണ്ടെത്തി ഓടുവാണെങ്കിൽ പോലും. ഞാൻ ഈവൻ ഒരു വണ്ടിയും കൂടെ എടുക്കുമ്പം ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുള്ളവർക്ക് വന്ന് കറക്റ്റായിട്ട് മാന്യമായിട്ട് വന്ന് നിന്ന് ഓടുന്ന 2 പേർക്ക്
എൻ്റെ വണ്ടി ഓടിക്കാനുള്ള ജോലി ഞാൻ തരുന്നതാണ്. അത് ഞാൻ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് പറയാം. അപ്പം ഏതെങ്കിലും 2 പേര് അർഹതപ്പെട്ടാലും 2 പേർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതി ഞാൻ ചെയ്തുതരാം. മാന്യമായിട്ട് വന്ന് നിന്ന് ഓടണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കേ ലുലു മാൾ വരെ പോയി പൊതിച്ചോറൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. 1-2 പേരുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നത്. രാത്രിത്തെ ഉറക്കം ശരിയാവാത്ത കാരണം കണ്ണ് ഫുള്ള് കറുത്ത് ഗൈസ്. അപ്പം നമുക്ക് ലുലു മാൾ വരെ പോവാം. നോക്കട്ടെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് തീരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല. ഭയങ്കര മഴക്കോളും മഴയോ ഇല്ലയോ, ഭയങ്കര കാറ്റും മഴയോ, കാറ്റടിച്ചോണ്ടിരിക്കുക. നല്ല അടിപൊളി മഴയാണ്. ഭയങ്കര മഴയുണ്ട്, കാറ്റുമുണ്ട്. അടുത്തോട്ട് വരുമ്പം ലുലുമാളി പൊതിച്ചോറ് കഴിക്കാൻ വന്നതാണ്. സമയം നല്ലതായതുകൊണ്ടും പ്രത്യേകിച്ച് ഞാനായതുകൊണ്ടും മൂഞ്ചി സാധനം തീർന്നു പോയി. 10 മിനിറ്റ് കൊണ്ട് സാധനം തീരും. ഇവിടെ 12:30 ആകുമ്പോൾ തീർന്നു. വെറുതെ ഇവിടെ വരെ വന്നു. ഇതിനകത്ത് കയറി കുറച്ച് പെമ്പിള്ളാരെ വായി നോക്കി തിരിച്ചിറങ്ങി. ഇവനുണ്ട് കേട്ടോ. ഇനി പുറത്ത് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാൻ പോവാം. മന്തി കഴിക്കാൻ പോവാം. എവിടെ നല്ല മന്തിയുള്ള? എവിടെയെങ്കിലും പോയി കുഴിമന്തി കഴിക്കാൻ പോവാം. അതങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സമയം ഇപ്പം 3 മണിയായി. 3 മണിക്ക് വന്ന് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്? ഒരിക്കലും അല്ല. എവിടെ പോവാ? ഇതാ വണ്ടി. ഞങ്ങളങ്ങനെ അറേബ്യൻ പാലസിലെ കുഴിമന്തി കഴിക്കാൻ വന്നു. ആറ്റിറ്റ്യൂഡ് കിങ്. ആറ്റിറ്റ്യൂഡ് ഇട്ടേ നിൽക്കത്തുള്ളൂ കേട്ടോ. അറേബ്യൻ പാലസിൽ കുഴിമന്തി കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാകും. അപ്പുറത്ത് കുബാബയുണ്ട് കേട്ടോ. പേര് കൊടുത്തിട്ട് ഇവിടെ ക്യൂ നിൽക്കണം മന്തി തിന്നണമെങ്കിൽ. പേര് കൊടുത്തിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ആറ്റിറ്റ്യൂഡ് ഇടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഇവനെ കാണിക്കുമ്പോൾ കേട്ടോ. തിരക്കാ ഇവിടെ കേട്ടോ. ഗൈസ് ആദ്യമായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ എടുത്ത് കമത്തി കുടിച്ചത് എന്നാണ് വിളി. നല്ല ഏരിയുണ്ടല്ലോ. മറ്റേ വീഡിയോ ഇടണ്ട. ഇപ്പൊ വണ്ടി ഇടിച്ച് എത്താനെ. അറേബ്യൻ പാലസിൽ നിന്ന് മന്തി കഴിച്ചിട്ട് ഇറങ്ങി. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. ആറ്റിറ്റ്യൂഡ് കിങ് വരുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ് കിങ്. അവൻ ആറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ടേ നടക്കത്തുള്ളൂ. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. നടന്നു വരുന്ന മാസം എൻട്രി എടുക്കണം. ഇനി ഓടാൻ പോവാം. ഇനി രാത്രി 12 മണി വരെ ഓടുക. എന്നിട്ട് ഇനി റൂമിൽ പോകണുള്ളൂ. ആറ്റിറ്റ്യൂഡ് കിങ്. ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കാൻ വന്നിട്ട് വരെ എൻ്റെ അടുത്ത് പറയുന്ന വീഡിയോ എടുക്കാം. ഫസ്റ്റ് ഓട്ടം അടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഇനി ഓട്ടം പോവാണ്. കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് ഓട്ട സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ടാറ്റ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ. ബൈ ബൈ.